രാമനാട്ടുകര കഴിഞ്ഞ് മലപ്പുറം ബോർഡറിലേക്ക് കയറി കോഹിന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ചൊരു ഒരു ഓവർ സ്ഥലമുള്ള കുറച്ച് വീതിയുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു 50 കിലോമീറ്റർ വിട്ടിട്ട് ശരിക്കും ബാത്റൂം സൗകര്യം, അതുപോലെ വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യം, അതൊക്കെ വേണമെന്നാണ് നമ്മുടെ ഇതുപോലുള്ള വലിയ വലിയ റോഡുകളിൽ. അപ്പം അതൊന്നവിടെ ഉണ്ട്. പിന്നെ കോഴിക്കോട് ഭാഗത്ത് എവിടെയാണ് ഇനി ഉള്ളതെന്നുള്ളത് ഒരു സ്ഥലം നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റിയിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അതുപോലെ ഒന്നാണ് നമ്മുടെ പെട്രോൾ പമ്പ്. ആറുവരിപ്പാതയിൽ നിന്ന് എങ്ങോട്ട് അടിക്കാൻ പോകും. അത് സർവീസ് റോഡിലൂടെ എങ്ങനെ പോകുമ്പോൾ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഞാനുള്ളത് നമ്മുടെ പന്തീരങ്കാവ് ഏരിയയിൽ, പന്തീരങ്കാവ് അറപ്പുഴ ഭാഗത്തിനിടയിലുള്ള മൂർക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ക്യാംസിൻ്റെ വർക്കിൽ ഒരു സർവീസ് റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടോ. അപ്പോൾ അത് കുറേയായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കുറേ കഴിഞ്ഞൊരു മഴൻ്റെ സമയത്ത് വീണതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ, അതിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നാട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാത്തവരൊക്കെ ചെയ്താളിട്ടാ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മൂർക്കനാടിൻ്റെ മൊത്തം വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ വർക്ക് കണ്ടോ, അന്നത്തെ ആ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ ഒരു ഫോട്ടോ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ കൊണ്ട് വെക്കട്ടോ, കാണിച്ചു തരാം. സർവീസ് റോഡിൽ ഫുള്ള് കോൺക്രീറ്റ് കഴിഞ്ഞത്, അതേ ഹൈറ്റിൽ ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത ഒരു ഏരിയ ആയിരുന്നു കേട്ടത്. അപ്പം അതിന് ശേഷം ഉണ്ടോ, വീണതിന് ശേഷം നമ്മുടെ ആറുവരിപ്പാത സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു കവചൊക്കെ നിർമ്മിച്ച് അവിടെ സെറ്റപ്പാക്കി. സംഭവം അവർക്ക് അവരുടെ ക്യാഷ് സേവ് ചെയ്യണ്ടേ, അതൊക്കെ കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ്ട അതിനും ചിലവായില്ലേ. അപ്പോൾ അതിന് ശേഷം എന്താ, ആ സമയത്ത് ഇവിടെ ഒരു അമ്പലം ഉള്ളത്, അവിടേക്കൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ട് അവിടെ ഒരു വീട് ചെറിയ തോതിലൊന്ന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ശരിയാക്കി കൊടുത്തു. ക്യാംസിൻ്റെ ചിലവ് തന്നെ ആ വീടൊക്കെ ശരിയാക്കി കൊടുത്തു. ഓടൊക്കെ ഇട്ട്, പുതിയ ഓടൊക്കെ ഇട്ടെന്ന് തോന്നുന്നല്ലേ. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടല്ലോ, വീടുകൾ ഇതാ, ഈ വീട്, അതുപോലെ ആ വീട്, പിന്നെ ആ അംഗനവാടി കേട്ടോ, കുട്ടികളൊക്കെ പഠിക്കുന്ന അംഗനവാടിയാണ്. അവിടെയുണ്ട് ഒരു വാൾ കേട്ടോ. അത് വീണില്ല, അപ്പം ഇതാക്കട്ടെ. അപ്പോൾ ഇവരുടെ വീടിൻ്റെ വർക്കുകളൊക്കെ അവർ ക്യാംസിൻ്റെ കീഴിൽ തന്നെ ഫുള്ള് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയും ചെയ്യാണ്ട് കേട്ടോ, വർക്കുകളൊക്കെ ഇനിയും ചെയ്യാണ്ട്. പക്ഷെ ഇവിടെ ഒരു കിണറുണ്ട് ഇവിടെ, അതൊക്കെ കൂടി മണ്ണ് വന്ന് മൂടി കിടക്കാമെന്ന് തോന്നുന്നു. അതൊക്കെ ഇനി ക്ലീനാക്കി കൊടുക്കണം. അതൊക്കെ ക്യാംസിൻ്റെ റിസ്ക്കിലാട്ടോ വർക്ക് നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ ചെയ്ത് കൊടുക്കണം. ഇവിടെ ആളുകൾ എന്തായാലും ഇപ്പോൾ ഇവിടെ പൈലിങ് ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉഷാറ് അടിപൊളി സൈഡ് വാളാണ് ഇനി വരാൻ പോകുന്നത്. ഇവിടെയും പൈലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ കിണറും അപകടാവസ്ഥയിലാണ്. ചളി ഇവിടെ കഴിഞ്ഞ ഒരു മഴയിലൊക്കെ നല്ല ചെളി വന്നിട്ട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ക്യാംസിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ, ഇതൊന്ന് സൈഡ് വാൾ കുറച്ചൊന്ന് പൊക്കി കോൺക്രീറ്റ് ചെയ്ത് ഇവിടുത്തെ മണ്ണുകളൊക്കെ അപ്പുറത്തേക്ക് എടുത്തിടണം. ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം, പഴയതുപോലെ ആക്കി കൊടുക്കണം. അത് ഇവിടുത്തെ നാട്ടുകാർ കണ്ടപ്പോൾ അവർ ഏതാണ്ടോ പറഞ്ഞത്. എന്തായാലും ക്യാംസി തന്നെ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരോടൊക്കെ എല്ലാവരോടും പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ പാവപ്പെട്ട ആൾക്കാരല്ലേ, ഇവർക്കൊക്കെ ഒക്കെ ചെറിയ സാധാരണക്കാരാട്ടോ. അപ്പോൾ ഇവരുടെ വർക്ക് അവരെന്നെ തീർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സർക്കാരിലേക്കൊന്നും പോയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവരിനി ഏതായാലും ഇത് സൈഡ് വാളൊക്കെ വാർത്തതിന് ശേഷം മണ്ണൊക്കെ എടുത്തിട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ ചെയ്തു കൊടുക്കും കേട്ടോ. പൈലിംഗ് ജോലി ഇനിയിപ്പോൾ അതാ സെറ്റപ്പ് സൈഡ് വാളാണ് ഈ വരാൻ പോകുന്നത്. ഇനി അവിടെ നമ്മൾ ആ വാളിനൊന്നും ഇപ്പം കണ്ടിട്ടൊരു കുഴപ്പമില്ല. അതൊക്കെ അവിടെ ഈ വാളും ആ വാളും തമ്മിലൊക്കെ ഒരു ജോയിൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും പോകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ ആറുവരിപ്പാതയിൽ ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അതിപ്പോൾ നമ്മളെ ഈ ഇരുമ്പിൻ്റെ അത് വാൾ കൊടുത്താൽ തന്നെ സെറ്റപ്പായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ മഴക്കാലം തുടങ്ങാറായല്ലോ. അപ്പോൾ ഇവരൊക്കെ മഴക്കാലം വരും എന്നുള്ള പേടിയിൽ നിൽക്കുക കേട്ടോ. ക്യാംസിൻ്റെ വർക്കേഴ്സ് ഇന്ന് മുതൽ ഇവിടെ ഉണ്ട് തോന്നുന്നു. അവർ ഇവിടെ വർക്ക് അങ്ങോട്ട് സ്പീഡാക്കുന്നില്ല എന്നുണ്ടോ ഇവിടുത്തെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ക്യാംസിൻ്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളുടെ അഭിപ്രായമായിട്ടാട്ടോ ഞാൻ പറയുന്നത്. എന്തായാലും നമ്മുടെ ആറി ബ്ലോക്കിൻ്റെ കെട്ട് അത് വേറെ ലെവൽ. അത് അതേ സമയത്ത് ഒരു കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ അതിൻ്റെ കൂടെ കൊണ്ട് പോകുന്നിനി.
അത് ആറി ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ സെറ്റപ്പിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മൂർക്കനാട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ ആറുവരിപ്പാതയിലേക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. തുടക്കം തുറന്നു കൊടുത്തൊരു ഭാഗം കേട്ടോ, നമ്മുടെ ഈ 3 വരിപ്പാത ഇവിടെ തുറന്നു കൊടുത്തായിരുന്നു. അവിടെ ഇടിഞ്ഞ് വീണതോടുകൂടി ഇത് അടച്ചിട്ട് ഇപ്പോൾ കുറേ കാലമായി ഇവിടെ. എന്തായാലും ഇപ്പോൾ ക്യാമ്സിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അവരിവിടെ ഒന്ന് സ്റ്റോർ ചെയ്യുന്ന കാഴ്ച അപ്പോൾ കാണുന്നത്. അതുകൂടാതെ നമ്മുടെ മൂർക്കനാട് ഹോസ്പിറ്റൽ ഹെൽത്ത് സെൻ്ററിലേക്ക് പോകാനുള്ള ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ കാലമായി. ക്യാമ്സിൻ്റെ വർക്ക് ഒരുപാട് സ്ഥലത്ത്, കുറേ സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കുറേ നടക്കാനുണ്ട്. നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ, അതുപോലെ ഇവിടെ ഇവിടെയൊക്കെ പാറ കീറി മുടിച്ചെടുത്ത സ്ഥലം കേട്ടോ. അവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് മുകളിൽ കൂടി പോകാണ്ട്. അതുപോലെ കോൺക്രീറ്റ് വാൾ ഇവിടെ വരാണ്ട്. കോൺക്രീറ്റ് വാളും അതുപോലെ നമ്മുടെ അവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ടല്ലോ, പണിക്കാരുണ്ട്. നമ്മുടെ ഈ പാറയും കോൺക്രീറ്റും തമ്മിലൊരു ബന്ധം വേണം. അതിന് വേണ്ടിയിട്ട് വേറെന്തോ ഒരു വർക്ക് അതിൽ നടക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഒരാൾ പറയുന്നത് കേട്ടു. അപ്പോൾ അത് നമ്മൾ വർക്ക് നടക്കുന്ന സമയത്ത് കറക്റ്റ് കാണിച്ചു തരാം. ഇപ്പോഴാ ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ട് കുറേ കാലമായി. സിൽവർ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ട് കുറേ കാലമായി. ബാക്കി ഇതാ അതിൻ്റെ സ്റ്റെപ്പുകളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിവിടെ സെറ്റാക്കുന്ന പരിപാടി. ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഹെൽത്ത് സെൻ്ററിലേക്ക് ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. ആ സ്കൂളിലേക്ക് ഇപ്പറുള്ള ആളുകൾക്ക് പോകാനും, പിന്നെ എന്തായാലും വാഹനങ്ങളിൽ ഹെൽത്ത് സെൻ്ററിലേക്ക് വരുന്ന പന്തീരങ്കാവ് ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ ഈ സർവീസ് റോഡ് വരും. ഇപ്പോൾ തൽക്കാലം അവിടെ മെർജിങ് പോയിൻ്റ് ഉണ്ട്. ആ മെർജിങ് പോയിൻ്റ് ആറുവരിപ്പാതയിലേക്ക് കയറാനുള്ള, അതുപോലെ ഡിവൈഡർ കുറച്ചൊരു ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ തൽക്കാലം ഹെൽത്ത് സെൻ്ററിലേക്ക് ഇപ്പോൾ അങ്ങനെ പഴയതുപോലെ തന്നെ അങ്ങനെ പോകാം. പക്ഷേ നമ്മുടെ ആറുവരിപ്പാത ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടുന്ന് ഒരിക്കലും പിന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പഴയ റോഡ് നമുക്ക് സ്വപ്നമാകും. അതുകൊണ്ട് നമ്മളിതിലേ ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഒരു 1/4 കിലോമീറ്റർ പോയിട്ട് ആ അണ്ടർപാസിലൂടെ വേണം ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഇതിലേ തിരിച്ചു വരിക. അല്ലെങ്കിൽ അവിടെ ഒരു ക്രോസ് റോഡ് അതിലേ ഉണ്ട്. അങ്ങനെ ഒക്കെ ഒരു കുറച്ച് ദൂരം 1-2 കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിച്ചതിന് ശേഷമുള്ളൂ നമുക്ക് ഹെൽത്ത് സെൻ്ററിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജിന് സ്റ്റെപ്പ് തന്നെ കേട്ടോ. സ്റ്റെപ്പ് ഭാവിയിൽ ലിഫ്റ്റൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പം അവർ സ്റ്റെപ്പാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അതൊക്കെ റെഡിയാക്കി വർക്കുകളൊക്കെ ഫിനിഷിംഗ് ആണ്. ഇതിനി എടുത്ത് വെക്കണമെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയാൽ മതിയായിരുന്നു കേട്ടോ. കുറച്ച് ടൺ കണക്കിന് വെയിറ്റുള്ള സാധനം കേട്ടോ. അത് എടുത്ത് വെക്കണ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ, ആരെങ്കിലും ഒന്ന് അറിവിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റിലൊന്ന് ഇട്ടാൽ മതി. ഏതെങ്കിലും പുതിയ കമൻറ്റ് വരുമ്പം എനിക്കറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്നൊരു കമൻറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ വലിയ വലിയ വാഹനങ്ങൾ നിർത്താനുള്ള ഒരു ഏരിയ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ എനിക്ക് എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ വലിയ വലിയ ലോറികളൊക്കെ വന്നിട്ട് എവിടെ ഇത് മീറ്റിംഗ്, ഇവർക്കൊക്കെ ഡ്രൈവർമാർക്കൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കണ്ടേ. ഇപ്പോൾ ആറുവരിപ്പാതൻ്റെ സൈഡിൽ ഇങ്ങനെ നിർത്തില്ല എന്ന് പറഞ്ഞാൽ അപകടമല്ലേ. അപ്പോൾ അതിന് നമ്മളെ ഒരു ഏരിയ, കുറച്ചൊരു ഒഴിവുള്ള ഏരിയ കണ്ടത് മലപ്പുറം ജില്ലയിൽ. ഇവിടുന്ന് രാമനാട്ടിനെ കഴിഞ്ഞ് മലപ്പുറം ബോർഡറിലേക്ക് കയറി കോഹിന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ചൊരു ഒരു ഓവർ സ്ഥലമുള്ള കുറച്ച് വീതിയുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു 50 കിലോമീറ്റർ വിട്ടിട്ട് ശരിക്കും ബാത്റൂം സൗകര്യം, അതുപോലെ വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യം, അതൊക്കെ വേണമെന്നാണ് നമ്മുടെ ഇതുപോലുള്ള വലിയ വലിയ റോഡുകളിൽ. അപ്പം അതൊന്നവിടെ ഉണ്ട്. പിന്നെ കോഴിക്കോട് ഭാഗത്ത് എവിടെയാണ് ഇനി ഉള്ളതെന്നുള്ളത് ഒരു സ്ഥലം നമ്മളെ റോഡിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റിയിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അതുപോലെ ഒന്നാണ് നമ്മുടെ പെട്രോൾ പമ്പ് ആറുവരിപ്പാതയിൽ നിന്ന് എങ്ങോട്ട് അടിക്കാൻ പോകും.
അത് സർവീസ് റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ സർവീസ് റോഡ് മെർജിങ് പോയിൻറ്റിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കണ്ടിറങ്ങി അടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മറ്റേ ഈ നാടുമായിട്ട് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ കേട്ടോ പെട്രോൾ അടിക്കുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതിനും ഉള്ള സൗകര്യം എന്തായിരിക്കും ചെയ്യുക? അതൊക്കെ പിന്നെ കാലക്രമേണ ആളുകൾ ഇങ്ങനെ അത് ശീലമായിട്ട് വരേണ്ടി വരും എൻ്റെ അഭിപ്രായത്തിൽ. പ്രത്യേകിച്ച് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഇരിപ്പാതിൻ്റെ മുകളിൽ ഇനി ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. പെട്രോൾ പമ്പുകളുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യം. അപ്പം പെട്രോൾ പമ്പ് ഇപ്പോൾ പന്തിരങ്കാവ് ഭാഗത്തുള്ള അവിടെ ഒരു ഓപ്പൺ ഉണ്ട്, പന്തിരങ്കാവ് പെട്രോൾ പമ്പിൻ്റെ അവിടെ. അങ്ങനെ 2-3 സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പെട്രോൾ പമ്പിൻ്റെ നേരെ മുമ്പിലായിട്ട് മെർജിങ് പോയിൻറ്റുകളൊക്കെ കൊടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ അറിയാത്ത ആൾക്കാർ, നാട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് പെട്രോൾ അടിച്ചിട്ട് വീണ്ടും ആറുവരിപ്പാതിലേക്ക് കയറാനുള്ള വഴികൾക്കൊക്കെ അവർക്ക് മുന്നോട്ട് പോലൊക്കെ അറിയാം. പക്ഷേ ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതിനൊക്കെ ഒരു പോം വഴി കണ്ടെത്തണം അല്ലേ? അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ പന്തിരങ്കാവ് മൂർക്കനാട് ഏരിയയിലുള്ള ഇപ്പോഴത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.